കത്തോലിക്ക വിശ്വാസത്തിൽ വിശുദ്ധർക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. എന്നാൽ വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. കത്തോലിക്കർ വിശുദ്ധരെ ദൈവമായി കണക്കാക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്നില്ല. ആരാധന ദൈവത്തിന് മാത്രമാണ്. വിശുദ്ധരോട് നാം ചെയ്യുന്നത് അവരുടെ മാധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അപേക്ഷയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷമമുണ്ടാകുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും നാം പറയാറുണ്ട്. അവരെ ദൈവമായി കണ്ടല്ല നമ്മൾ പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നതും അവർ നമുക്കായി പ്രാർത്ഥിക്കുന്നതും. ഇതുപോലെ തന്നെയാണ് വിശുദ്ധരോടുള്ള മധ്യസ്ഥതയും. ഒരു വിശുദ്ധനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നാം അപേക്ഷിക്കുന്നു. നമ്മുടെ അപേക്ഷയുടെ അന്തിമ ലക്ഷ്യം എപ്പോഴും ദൈവമാണ്. വിശ്വാസികൾ പരസ്പരം പ്രാർത്ഥിക്കണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അതുപോലെ സ്വർഗത്തിലും ദൈവജനത്തിൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്നതിനെക്കുറിച്ച് വെളിപാട് പുസ്തകം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ കാണാം. വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ ജീവിതം പൂർത്തിയാക്കി ദൈവസന്നിധിയിൽ എത്തിയവരാണ്. അവർ ക്രിസ്തുവിൽ ജീവിക്കുന്നവരാണെന്ന് കത്തോലിക്ക വിശ്വാസം പഠിപ്പിക്കുന്നു. അതിനാൽ സഭ ഭൂമിയിലെ വിശ്വാസികളെയും സ്വർഗത്തിലെ വിശുദ്ധരെയും തമ്മിൽ വേർതിരിച്ചുള്ള ഒരു കുടുംബമായി കാണുന്നില്ല. ക്രിസ്തുവിൽ എല്ലാവരും ഒരേ ആത്മീയ കുടുംബമാണ്. വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ലക്ഷ്യം ഒരിക്കലും ദൈവത്തെ ഒഴിവാക്കുക എന്നല്ല. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളുടെയും അന്തിമ ലക്ഷ്യം ദൈവം തന്നെയാണ്. വിശുദ്ധർ നമ്മെ ദൈവത്തിലേക്ക് നയിക്കുന്ന സഹയാത്രികരെ പോലെയാണ്. അവർ നമ്മോട് പറയുന്നു, എന്നെ നോക്കാതെ ഞാൻ സേവിച്ച ക്രിസ്തുവിനെ നോക്കൂ. വിശുദ്ധരോട് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതം നാം ഓർക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസ് ഓഫ് അസീസി നമ്മെ ലാളിത്യവും സമാധാനവും പഠിപ്പിക്കുന്നു. വിശുദ്ധ മദർ തെരേസ സ്നേഹത്തോടെയും കരുണയോടെയും മറ്റുള്ളവരെ സേവിക്കാൻ പഠിപ്പിക്കുന്നു. വിശുദ്ധ യൗസേപ്പ് കുടുംബത്തിനും ജോലിക്കും വിശ്വസ്തതയുടെ മാതൃകയാണ്. അങ്ങനെ ഓരോ വിശുദ്ധൻ്റെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരു ആത്മീയ പാഠം ലഭിക്കുന്നു. വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ മാറ്റി നിർത്തുന്നതല്ല, ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു മാർഗമാണ് വിശുദ്ധർ. നമ്മുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രമെന്നും യേശുക്രിസ്തുവാണ്. വിശുദ്ധരെ ആദരിക്കാം, അവരുടെ ജീവിതം മാതൃകയാക്കാം, അവരുടെ മാധ്യസ്ഥ പ്രാർത്ഥന അഭ്യർത്ഥിക്കാം. എല്ലാറ്റിനും ദൈവത്തിന് മഹത്വം നൽകാം.